ഉണ്ട്. ഇവിടെ പൊന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ അവിടെ പുറത്തിറങ്ങിയതാണ്. ഫുഡ് കഴിക്കാൻ പുറത്തു പോകട്ടോ ഇവിടുത്തെ അമ്പലത്തില്. ഞാൻ കുളിച്ചട്ടോ, ഞാനും കുളിച്ചു, പൊന്നും കുളിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഗുരുമന്ദിരല്ലേ? ഗുരുദ്വാര. അഞ്ചു ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അഞ്ചു ചേച്ചി കുഞ്ഞിനെ ഉന്തിക്കൊണ്ടിരിക്കുക, ഉന്തുവണ്ടിയിൽ ഉന്തുന്നേ. അപ്പോ ഗുരുദ്വാരയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇവിടെ UK ഫുഡ് ഫ്രീ ആണ്. ഗുരുദ്വാരയിൽ പോയാൽ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെ പോയത്. രാവിലെ 5:30 തൊട്ട് വൈകുന്നേരം 8 മണി വരെ അല്ലേ? അത്ര നേരം അവിടെ ഫ്രീ ആണ് കേട്ടോ. അവിടെ മെയിൻ ആയിട്ട് വെച്ചാൽ പഞ്ചാബീസിന്റെ ആണ് ഫുഡ്. അല്ലോ ഞാൻ സിഖ് മതക്കാരുടെ അപ്പൊ സ്വീറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ചപ്പാത്തി കിട്ടും, കറി കിട്ടും, സ്വീറ്റ്സ് കിട്ടും. ലക്ഷറി ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ സ്കൈ ബേബി നാട് സിക്കുകാരെ പോലെ ഉണ്ട്. ഇപ്പൊ മുടിയൊക്കെ നമ്മൾ ബോ വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്കൈ ബേബി സ്കൈ നോക്കി നടക്കും കേട്ടോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അഞ്ചു ചേച്ചിയാണ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന്, ക്ലാസ് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ. ഓൺലൈൻ ചെവിയിലാണ്ടോ, ചെവിയില് മറ്റേ ഇയർഫോൺ വെച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിലാണ് അഞ്ചു ചേച്ചി. ആ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഫ്രീ ഫുഡ് ആകുമ്പോ പ്രത്യേക രസമായിരിക്കും കഴിക്കാൻ. അഞ്ചു ചേച്ചി ഭയങ്കര ഇതാണ്, കേട്ടാ മതി പഠിക്കാനേ. എന്താ കുഞ്ഞാ, എന്തോ മുന്നിലെ സ്കൈ പുറകിലെ സ്കൈ. നീ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പ്രത്യേകത നിനക്കെന്താ പ്രത്യേകത? നിനക്കെന്ത് പ്രത്യേകത ഉണ്ട്? എന്താ നോക്ക് നീ എന്നെ. ഞാൻ പറയാം, കണ്ടുപിടിക്കട്ടെ. പൊട്ടുപൊട്ടതാണോ? പൊന്നു പൊട്ടു കണ്ടോ? കൊള്ളാവോ? അവരുടെ സ്കൂളാണ്, നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഗുരുദ്വാര എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരെ. അതല്ലേ ഗുരുദ്വാര? ആ മഞ്ഞ കളറിൽ കണ്ടോ 2 കൊടിയൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തലയിൽ കൂടെ തട്ട പോലത്തെ തുണിയൊക്കെ ഇടണം. എന്നാലാണ് നമ്മളവിടെ കേട്ടിട്ട് ഫുഡൊക്കെ തരുള്ളൂ. നമ്മുടെ തലയിൽ ഇങ്ങനെ നല്ലപോലെ തുണി വേണം. തുണിയൊക്കെ ഇത്തിരി പോലും മാറിയിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത പറയുന്ന പറഞ്ഞാൽ. പിന്നെ പാന്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പാന്റൊക്കെ ഇട്ട് നടക്കുന്നേ പൊന്നു. ആരാ മോള്? പാന്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബുകാരാട്ടോ. അത് കണ്ടോ മിന്നാരം? അത് കാണുമ്പോ ഇവിടെ കുറെ ആൾക്കാര് ഹിന്ദി ഒക്കെ പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല ഹിന്ദിയിൽ. പഞ്ചാബ് ഹിന്ദി ഒരുപോലെ ഇരിക്കുന്നേ. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതാണപ്പൊ ഫ്രണ്ട് വശം. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറിയാലാണ് ഗുരുനാനാക്ക്. നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഹിസ്റ്ററി പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഗുരുനാനാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ കൂട്ടുകാരാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും അലൗഡ് അല്ല കേട്ടോ. അലയിലൂടെ എനിക്ക് തുണിയൊന്നും ഇല്ല, ചുരിദാറൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് അതിന്റെ ഉള്ളിൽ കാണുന്നില്ല. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കുന്നത്. നമ്മള് എല്ലാവർക്കും ഇവിടെയുള്ളവരെല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്നിട്ട് പല പല സ്ഥലത്തുണ്ട് ഗുരുദ്വാര. പല സ്ഥലങ്ങളിലുണ്ട്. എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അതുപോലെ തന്നെ ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു സൂത്രം പറയാം. അപ്പൊ കൂട്ടുകാർ നമുക്ക് ഇതാ തല കെട്ടാനൊക്കെ തുണി കിട്ടിയിട്ടുണ്ട്. തല കെട്ടുവാണത്. സിക്കുകാര് കിട്ടുന്നവരെ കെട്ടണം. സിക്കുകാര് കിട്ടും പോലെ ഒന്നും അറിയത്തില്ല. എന്നാലും എനിക്ക് കൊച്ചു മുസ്ലിം കൂട്ടുകാരുള്ളത് കാരണം അവര് കട്ടൊക്കെ കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ കെട്ടാണ്. മുടി കാണാൻ പാടില്ല എന്നങ്ങനെ ഉണ്ടോ? ഏയ് ഉണ്ടോ? എനിക്കറിയില്ല. ചിലപ്പോ കേറുമ്പോ ചിലപ്പോ ഇറക്കി വിടും. ചിലപ്പോ ഞാൻ കെട്ടട്ടെ? അത് മതി. കൊള്ളാം. ഞാൻ കെട്ടട്ടെ? അങ്ങനെയല്ല, അങ്ങനെ കൊള്ളാം. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ സെറ്റ് ആയിട്ടുണ്ട്. ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. അറിയത്തില്ല. അപ്പൊ കൂട്ടുകാരെ നാളെ പൊന്നിരുന്ന് നല്ല ഫുഡ് ഏരിയ കേട്ടോ. നമുക്കിവിടെ ഫോണൊക്കെ ഉപയോഗിക്കാം, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അമ്മീന്ന് എടുക്കുവാനോ ഞാൻ. കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ചപ്പാത്തി, നല്ല കോളിഫ്ലവർ കറിയും കിട്ടി കേട്ടോ. ശരിക്കും ഇവിടെ നിലത്തിരുന്ന് കഴിക്കണ്ട. പിന്നെ പൊന്നു അമ്മയായതുകൊണ്ട് പൊന്നുവിനെ ഇവിടെ ഇരുത്തി. ഭക്ഷണമൊക്കെ കഴിച്ചത് നമ്മളിത് കറക്റ്റ് മടക്കി വെച്ചോട്ടെ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ചപ്പാത്തിയും
അതുപോലെ എന്താ ചപ്പാത്തി അല്ല, അത് റൊട്ടിയാണ്. റൊട്ടിയും നല്ല കറിയും കിട്ടി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഇനി പോകുന്നത് വീട്ടിലോട്ടാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കഴിക്കാം കേട്ടോ. അതെ, ഒത്തിരി ആൾക്കാർ ഇവിടെ തന്നെ വന്നിട്ട് ഫുഡ് കഴിക്കുക. ഇവിടെ ഫ്രീ ഫുഡാണ്, നല്ല ഫുഡുമാണ്. അതുപോലെ തന്നെ ഇവര് നല്ല സർവീസാണ്, നല്ല സർവീസാണ്, ഫ്രീ സർവീസ്. പക്ഷേ പഞ്ചാബിയിൽ കുറെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വായ പിടിച്ചു. ഇവക്ക് പഞ്ചാബി ഒന്നും അറിയത്തില്ലാന്നേ. അത് ഞാൻ കണ്ടായിരുന്നു, കറി മാത്രം മേടിച്ചിട്ട് പോകുന്നത്. അപ്പൊ കൂട്ടുകാരെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് ഓർത്ത് എന്താണെന്നറിയോ? പറയണെന്ന് പറഞ്ഞേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കോവൻട്രി കൗൺസിലിൽ നിന്ന് നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാ വീക്കിലും നമ്മുടെ നാട്ടിലെ റേഷൻ കടയിൽ നിന്ന് ഫുഡ് കിട്ടൂലേ, ഫുഡ് ഐറ്റംസ്. ഈ മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് കിറ്റ് കിട്ടൂലേ, അതുപോലെ ഇവിടെ UK എല്ലാ വീക്കിലും നമുക്ക് ഫുഡ് ഇടുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീക്കിലേക്ക് വേണ്ട പാല്, ഒരു വീക്കിലേക്ക് വേണ്ട അരി, അല്ലെ പാസ്ത, അല്ലെങ്കിൽ ചിക്കൻ, പിന്നെന്താ മീന്, പിന്നെ സ്ക്വാഷ്, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ കോൺഫ്ലേക്സ്, ബ്രെഡ്, മുട്ട, എല്ലാ സാധനങ്ങളും, ടിൻഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക്. പിന്നെ വാഷ്, പാത്രം കഴുകുന്ന ഇത്, കുളിക്കാനുള്ള സോപ്പ് അടക്കം കിട്ടും. എല്ലാ വീക്കിലും നമുക്ക് കിട്ടും കേട്ടോ. അത് കോവൻട്രി കൗൺസിലില്, കോവൻട്രിയിലാണ് ആൾക്കാർ ഉള്ളതെങ്കിൽ കോവൻട്രിയിൽ കൗൺസിലിനകത്ത് സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്താല് നമുക്ക് എന്താണ് എല്ലാ വീക്കിലും നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്കീം ഉണ്ട് കേട്ടോ ഇവിടെ. അത് കുറെ ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇവിടെ, നമ്മളിപ്പോഴുള്ള കൂട്ടുകാർക്ക് വേണ്ടിട്ട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നാട്ടിൽ നിന്ന് കുറെ സ്റ്റുഡൻസ് ഒക്കെ കയറി വരുന്നവർ കുറെ എന്താണ് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ചെലവ് കുറയ്ക്കാനൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഇത് കൂട്ടുകാര് നമ്മൾ അഞ്ചു ചേച്ചിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ, തലേന്റെ വണ്ടേ ഇരിക്കുന്ന പാണ്ടൊക്കെ ഇട്ട് കുഞ്ഞു ബേബി ഇത് ഉറങ്ങുവാണ് അതിന്റെ ഉള്ളില്, ഇടങ്ങാറാക്കുന്നില്ല. ഇച്ചതാ വണ്ടി ഓടിക്കുന്നു. നല്ല വെയിലുണ്ട് കൂട്ടുകാരെ, നല്ല വെയിലുണ്ട്. സമയം ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു 2 മണീന്റെ ഫീലാണ്, പക്ഷെ സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ 5 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ചെല്ലുമ്പോ നമ്മുടെ വീട് അവിടെ ഉണ്ടായാ മതിയായിരുന്നു. ശരിയാ, നമ്മളാണ് ക്യാരവാൻ റോഡ് സൈഡ് നിർത്തിട്ടുണ്ടല്ലോ വന്നേക്കുന്നേ. ചെല്ലുമ്പോ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളെങ്ങനെ ലോക്ക് ഇട്ട് വെച്ചത്. ഗ്യാസ് കുറ്റി ഉണ്ടായാ മതിയായിരുന്നു. ഉണ്ടാവും. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവസാനം ആകുമ്പോ ഡിസ്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ല അവസാനം ആകുമ്പോഴത്തേക്കും ഡിസ്ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങ് പറഞ്ഞോളൂ, എല്ലാവരും മടിയില്ലാണ്ട്. അല്ലോ ഞാൻ പെണ്ണ് ഉറങ്ങുമോ നല്ല. പിന്നെ കുറെ പേര് ചോദിച്ചു ഈ കാർ സീറ്റിൽ ഇങ്ങനെ ഇരുത്തുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. തല കുനിച്ച് കടത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുറച്ചുകൂടെ തല കുഞ്ഞിനെ ഇങ്ങനെ കടത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ അല്ല കേട്ടോ കൂട്ടുകാർ, ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാ നിങ്ങൾക്ക്. നമ്മുടെ ഈ കാർ സീറ്റ് ഇങ്ങനെ അവരുടെ ഒരു ഷേപ്പിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് കടക്കാൻ പറ്റുന്ന ഷേപ്പിനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ സീറ്റിംഗ് ആയിട്ട് ഇത് ഈ മുന്നിലെ സീറ്റുമായിട്ട് നമ്മള് ജാം ആക്കി വെക്കണം. ഇത് അനങ്ങരുത് കണ്ടോ, നല്ല കുലുക്കിയിട്ട് കണ്ടോ, ഒന്നുപോലും ഇങ്ങനെ അനങ്ങുന്നില്ല കേട്ടോ. അപ്പൊ അതേപോലെ വെച്ചിട്ട് വേണം നമ്മള് നല്ലപോലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവര് നല്ല കംഫേർട്ടായിട്ട് അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചേനോട് ആദ്യമൊക്കെ പറയുമായിരുന്നു അല്ലേ ചേ, കുഞ്ഞു ബേബിനെ ഞാൻ ഇതിൽ കിടത്തൊന്നുമില്ല, കൊച്ചിന് കുഞ്ഞിനെ എന്താണ് മടി പിടിക്കണം, അത് കടത്താൻ പറ്റില്ല, ഉറക്കാത്ത കൊച്ചല്ലേ, അതിനെങ്ങനെ അതില് കിടത്തൊന്നും. പക്ഷെ കുഞ്ഞ് ഏറ്റവും സേഫ് ആയിട്ട്, കുഞ്ഞ് ഏറ്റവും എന്താണ് സുഖമായിട്ട് കിടക്കുന്നത് അതിനകത്താണ് കേട്ടോ. അതാണ് അവളും കംഫേർട്ടായിട്ട് കിടക്കുന്നുണ്ടല്ലോ കുഞ്ഞാ. കാണുമ്പോ വിചാരിക്കും അത് ഭയങ്കര കംഫേർട്ട് ആണ്, പക്ഷെ കംഫേർട്ട് ആണ് കേട്ടോ. എടാ നിന്നെ ഒരു കൂട്ടുകാര് വിളിച്ച കേട്ടോ, സാബൂന്ന്. സാബു അല്ല കേട്ടോ, സാമെന്നാണ്. ഇവിടെ സാമ്പോന്ന് വിളിക്കുമ്പോ നീ സാമ്പോന്ന് വിളിക്കുന്ന കേട്ടിട്ടാണ് സാബുന്ന് കേട്ടതായിരിക്കും, അങ്ങനെയായിരിക്കും. ഞാൻ ഇച്ചേനെ സാംബോ എന്നാണ് വിളിക്കുന്നത്. സാംബോ
AMBO. കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ റിബൺ ഓർക്കുന്നുണ്ടോ? അയ്യോ വെയില്. ഈ റിബൺ ഉള്ള വഴി ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ നിങ്ങൾ? നമ്മൾ ഇതുവഴിയായിരുന്നു അന്ന് വന്നത്. ഹായ് നല്ല രസം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അന്ന് മൊത്തം ആൾക്കാരായിരുന്നു ടൗണില്. ഇന്ന് നോക്ക്, ഇന്ന് ഒറ്റ ആളും ഇല്ല. ഈ കേറ്റായിരുന്നു നമ്മക്ക്. ഈ കേറ്റാണ് എന്റെ പൊന്നു കൂട്ടുകാരെ അന്ന് നമ്മൾ പെട്ടത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ വയനാട് നിന്ന് മൈസൂർക്ക് പോകുമ്പോഴുള്ള റോഡ് പോലെ ഉണ്ടല്ലോ. ആണോ? ഞാൻ പോയിട്ടില്ലടാ. നാട്ടിൽ പോകുമ്പോട്ടോ കൊണ്ടോണേ. പക്ഷെ ഉണ്ടല്ലോ, എല്ലാവരുടെയും എന്താണ് ഇങ്ങനെ മനസ്സിൽ UK എന്നൊക്കെ പറയുമ്പോ ഭയങ്കര വലിയ സിറ്റികള് അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ യഥാർത്ഥത്തിലുള്ള UK പല ഭാഗങ്ങളും ഇങ്ങനെയാണ്. അല്ലോ ഞാൻ അതെ അവിടെ വീട് അവിടെ തന്നെ ഉണ്ട്. ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇതേ നമ്മുടെ വീട്. കുഞ്ഞുമണിയെ എവിടെ വന്നെ നമ്മള്? നല്ല തണുപ്പുണ്ട് കൂട്ടുകാരെ. നീ നോക്കി ഗ്യാസ് കുറ്റിയുണ്ടോ? നോക്കിയേ, നോക്ക്. ഇതാണ് രാത്രി 10 മണിന്റെ വ്യൂ ആണിത്. രാത്രി 10 മണിയായി കൂട്ടുകാരെ. 10 മണി. അവിടെ ആട്ടുമ്പോ കരയുന്നുണ്ടല്ലോ. നോക്കി നല്ല രസം കാണാന്. അങ്ങോട്ടേക്ക് വെക്കുമ്പോ വെട്ടത്തിന്റെ ഒരു കളർ വ്യത്യാസം. പക്ഷെ ഇങ്ങോട്ട് ഇതാണ് ശരിക്കും വെട്ടോ. ആട്ടുമ്പോ കരയുന്നുണ്ട് അവിടുന്ന്. എന്നാ ഇതും കൊണ്ട് പോയിട്ട് നോക്കിയോക്ക്. അമ്പിളിമാമനുണ്ട് ഇവിടെ. അവിടെയാണ് സൂര്യനുണ്ട്. ഇവിടെ പൊന്നുണ്ട്. പടിഞ്ഞാറ് അവിടെ പൊന്നുണ്ട്. അവിടെ ആട്ടുമുച്ചി ഉണ്ട് കേട്ടോ. കേട്ടോ? അയ്യോ വണ്ടി വരുന്നു. പോട്ടെ. ഉറക്കം എണീച്ച് വരുന്ന വഴിയാട്ടോ. അപ്പൊ കൂട്ടുകാരെ രാത്രി ഞാനാട്ടോ ഉറക്കം എണീച്ച് വന്നത്. ഞാനാണ് ഉറക്കം എണീച്ച് വന്ന ആള് കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. നോക്കിയ കൂട്ടുകാരെ എന്നെ ഉറക്കി കിടത്തിട്ട് ഇവന് എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന്. നമ്മള് വന്ന പാടെ അപ്പം നമ്മള് ഓട്സ് ഒക്കെ കഴിച്ചോട്ടെ കൂട്ടുകാരെ. എന്നിട്ട് ഇപ്പൊ ഇതായിട്ട് ഫുഡൊക്കെ മെല്ലെ ഉണ്ടാക്കിയേ. പിന്നെ നോക്കിയേ നമ്മുടെ വീട്ടിൽ വെട്ടമുണ്ട്. കേട്ടോ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ വെട്ടമൊക്കെ ഉണ്ടേ. അപ്പൊ കൂട്ടുകാരെ ഞാൻ പരമാവധി കമന്റിന് റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഉണ്ടല്ലോ കൂട്ടുകാരെ, സമയത്താട്ടോ നമ്മള് പൊന്നു കമന്റ് തരാറ്. പക്ഷെ അതെ, എല്ലാവരും ഒത്തിരി പേര് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ഞാനിതാ ഇപ്പൊ പറയുന്നു താങ്ക് യു സോ മച്ച്. പിന്നെ താങ്ക് യു പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കുറെ പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. അതെ, നമ്മളൊരു ഫാമിലി ഉള്ളവരെല്ലാവരുടെയും വിജയാണല്ലോ. ഒത്തിരി ആൾക്കാരെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. ചിന്നു ചേച്ചിന്റെ നമ്മുടെ എന്താണ്, നമുക്ക് മെസ്സേജിനെ ഒന്നും റിപ്ലൈ തരാൻ പറ്റുന്നില്ല കേട്ടോ. കുട്ടികള് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിന്നു ചേച്ചിന്റെ കുഞ്ഞിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിയ മറിയം എന്നാണ്. നിയ മറിയം കുട്ടിക്ക് ഐ ലവ് യു. സ്കൈ ബേബിന്റെ ഐ ലവ് യു ഉണ്ട്. സ്കൈ ബേബി ഉറങ്ങും കേട്ടോ. ഉറങ്ങുന്ന പറഞ്ഞാണ് ഞാൻ അധികം ഇറങ്ങാറാകാത്ത. അപ്പൊ അത്രയോട് കൂടി ഇന്നത്തെ വിശേഷം. മറ്റൊരു നാളെ കാണാം. ഓക്കേ, നാളെ കമന്റിന് റിപ്ലൈ കൊടുക്കാം.